എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ നിൽക്കുന്നത് ശക്തൻ്റെ കൊട്ടാരത്തിലാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടിപൊളി ഗുലാൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര ചായക്കടയുണ്ട്, മുട്ടണ്ട. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. അതിന് മുമ്പേ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം. ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് കിടക്കണ കടയാണ് ഗുലാൻ്റെ കട. ഒരു തിരക്ക് കണ്ടില്ലേ? ഇവിടെ 40 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ദോശ, ഇഡ്ഡലി, പുട്ട്, പൊറോട്ട, ഗ്രീൻ പീസ്, കടല, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഫാമെന്ന് കറന്നു കൊണ്ടുവരുന്ന ശുദ്ധമായ പശുമ്പാലിലാണ് ചായ. 10 രൂപയാണ് ചായക്കുള്ളൂ. പാക്കറ്റ് പാൽ ഇവിടെ ഉപയോഗിക്കാറില്ല. അവിടെ മെസ്സി ഗോളടിച്ചാൽ ഇവിടുത്തെ മെസ്സി ചായ അടിക്കും. അതാണ് ഇവിടുത്തെ ചായയുടെ പ്രത്യേകത. നമസ്കാരം. ചേട്ടൻ്റെ ഇവിടുത്തെ തൃശ്ശൂർ യൂണിയൻ തന്നെയാണ്. എന്താ പേര് ചേട്ടൻ്റെ? ഹരീഷ് അല്ലേ? ഈ നമ്മുടെ ഈ ഗുലാന്റെ കടനെ പറ്റിട്ട് അല്ലേ? അതല്ലേ, നമ്മുടെ ആരോഗ്യം തന്നെ നിലനിൽക്കുന്നത് ഇതിലാണല്ലേ? അല്ലേ? പിന്നെ റേറ്റ് വളരെ കുറവല്ലേ? എന്ത് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഈ മടിയില്ല. പിന്നെ നമുക്ക് ഈ പുട്ട് കഴിക്കുമ്പോഴേ അതിൽ കടലും ഗ്രീൻ പീസും വെച്ച് തരൂല്ലേ? മിക്സിങ് അല്ലേ? പൈസ ആണെങ്കിൽ ഒരു സാധനത്തിന്റെ പൈസ മാത്രമേ മേടിക്കൂ അല്ലേ? അതൊരു പ്രത്യേകത അല്ലേ ഇവിടുത്തെ? ഓക്കെ കേട്ടോ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ഹലോ ചേട്ടാ, എന്താ പേര് ചേട്ടൻ്റെ? സുധി അല്ലേ? നമ്മുടെ ഈ ഗുലാന്റെ കടനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? അവിടെ എന്താ പറയാനുള്ള കാരണം, ഫുഡിനൊക്കെ പറ്റിയിട്ട് ഭയങ്കര നല്ല അഭിപ്രായം. ചീപ്പ് ആൻഡ് ബെസ്റ്റ്, നല്ല അതാണ്. ഇവിടെ ആഹാരത്തിനോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് വളമ്പാറുണ്ട്. ഞങ്ങൾ ഇവിടെ കൂട്ടായ്മയോട് ഇരിക്കാറുണ്ട്. ഒരുപാട് വർഷമായി ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ കാലത്ത് വന്ന് 2 ദോശ കഴിച്ച് ആൾക്കാരൊക്കെ ഒന്ന് സംസാരിച്ച് പോവാന്ന് പറയുമ്പോൾ അതൊരു വൈബ് വേറെ. നമ്മള് വ്യായാമം ചെയ്യണ പോലത്തെ ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ. ഭക്ഷണം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ കഴിക്കാം. ചായയൊക്കെ പിന്നെ ഓർഗാനിക് പാലിലാണല്ലോ അല്ലേ? പാലിന്റെ ഒരു കലർപ്പും ഇല്ലാത്ത ഭക്ഷണമാണ്. അടിപൊളി ഭക്ഷണമാണ്. അങ്ങനെ ആൺപൺ വ്യത്യാസം ഇല്ലാണ്ട് ഭേദമന്യ ആൾക്കാര് എല്ലാവരും എൻജോയ് ചെയ്ത് പോകാറുണ്ട്. ഓക്കെ, താങ്ക് യു. ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഇവിടുത്തെ പഴയ ഡ്രൈവറല്ലേ? എന്താ പേര്? ഡേവിസ്. ചേട്ടാ ഈ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാല്ലേ? ഈ സുരേഷ് ഗുലാന്റെ കടയിൽ നിന്ന് കഴിക്കാല്ലേ? എങ്ങനെയുണ്ട് ഈ ഭക്ഷണം? കഴിക്കാറില്ലേ? ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? അതെ. പിന്നെ നമുക്ക് ഇവിടുന്ന് കഴിക്കുമ്പോൾ അധികം പൈസ ആവില്ല അല്ലേ? ഭക്ഷണമാവുള്ളൂ അല്ലേ? അതെ, സാധനങ്ങൾ എടുത്തിട്ടില്ല, സ്ഥിരമാണില്ലേ? ഇങ്ങനത്തെ കടകളുള്ള കാരണം നമുക്ക് കുറെ ജീവിച്ചു പോകാം. പിന്നെ നല്ല ഭക്ഷണമാണല്ലോ, വയറിനൊന്നും പറ്റൂല അല്ലേ? അതെ. ഓക്കെ. പോക്കാല്ലേ? സുരേഷ് ഉള്ളിടത്തോളം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതെ. ഓക്കെ, നമസ്കാരം. എന്താ എൻ്റെ പേര്? ജയല്ലേ. ഈ നമ്മുടെ ഈ ഗുലാന്റെ കടയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ചായക്കട നല്ല ഭക്ഷണമാണ്. അതെ അല്ലേ? ഒരുവിധം ആൾക്കാർ എത്രയോ ഇവിടെ ഒരു സർക്കാർ ജോലിയും കാര്യങ്ങളൊന്നും ഭക്ഷണം കഴിക്കണം. ഓട്ടോറിക്ഷക്കാർ എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട്. ഇവിടെ ശരിക്കും എല്ലാവരും പറയുന്നുണ്ട് മറ്റേ ഭക്ഷണവും ചായ കൂടി കഴിച്ചു കഴിഞ്ഞാൽ 50 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞേ അല്ലേ? 10 രൂപയുള്ളൂ. അതെ, 10 രൂപയേ ഉള്ളൂ അല്ലേ? ഒരു കടല ഗ്രീൻ പീസ് അതിന് 20 രൂപ, ചായ 10 രൂപ. നമുക്ക് ശരീരത്തിൽ നിന്നവർക്ക് ഭക്ഷണം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഭക്ഷണമാണ്. ചൂട് പുട്ടും കടലയും ഗ്രീൻ പീസും കൂടിയിട്ടാണ് ഞാൻ കഴിക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവും പുളിയൊക്കെ വളരെ കറക്റ്റ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള വ്ളോഗർമാർക്ക് പുട്ടാകുമ്പോൾ നല്ല തള്ളും കിട്ടും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ പൈസയും കുറവല്ലേ. വ്ളോഗ് ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള വരുമാനമൊന്നും ഞങ്ങൾക്കില്ല. ഈ ക്രോണിക് ബാച്ചിലർ സുരേഷ് ഗുലാൻ ഏത് സമയം തിരക്കാണ്.